ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പാണ് അതിനു മുമ്പുള്ള 10 മാസം നടത്തുക. എന്നിട്ടും എന്തുകൊണ്ടാണ് തീർത്ഥാടനത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഭക്തർക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. മണ്ഡലക്കാലം എന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ കൃത്യമായി നമുക്കറിയാം. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. ഈ തവണ ഒരു പ്രത്യേകതയുള്ളത് ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവും ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. ഇവിടെ ഇപ്പോ ഈ 2 ദിവസം, അതായത് വൃശ്ചികം 1 ഇന്ന് ഉച്ച വരെ ശബരിമല ദർശിച്ച അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 1,66,594 എന്നിട്ട് അതായത് നവംബർ മാസം 16 വൈകിട്ട് നട തുറന്നപ്പോൾ 53,278 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ വൃശ്ചികം 1 ഒറ്റ ദിവസം 98,915, അതായത് 1,00,000-ന് ഏകദേശം 1,500 പേരുടെ കുറവേ ഉള്ളൂ. അതിനൊന്നും ഇല്ലേ? അതിൽ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നവർ അവിടെ വന്നിട്ടാണല്ലോ ബുക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ വന്ന ഭക്തന്മാരുടെ വലിയ എണ്ണമാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു തിരക്കുണ്ടാകാൻ കാരണം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് യാത്രാ സൗകര്യം, KSRTC അടക്കം യാത്രാ സൗകര്യങ്ങൾ കൃത്യമായി അഡീഷണൽ റൂട്ട് ഇട്ടുകൊണ്ട് തന്നെ അതിന്റെ സംവിധാനം നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് പറയൂ. ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എല്ലാം ഓരോ മണിക്കൂറിലും ശുചീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. ഭയങ്കരം തന്നെ. ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദർശനത്തിനായിട്ട് വരി നിൽക്കുന്ന ഭക്തന്മാർക്ക് ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ പൈപ്പിലൂടെ തന്നെ ചൂടുവെള്ളം കിട്ടും. കാരികൾക്ക് ഇടയിലൂടെ തന്നെ കിയോസ്കുകൾ വെച്ച് ആ പദ്ധതി കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പദ്ധതി അതേപോലെ തന്നെ നടപ്പാക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ 56 കേന്ദ്രങ്ങളിലാണ് ചുക്കുവെള്ള വിതരണം ഉള്ളത്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാപ്പുകളും അതിന്റെ സൗകര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കമോ പ്ലാനോ അത് സംബന്ധിച്ചിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനമോ കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പറയുന്ന കണക്കുകൾ, ഇവിടെ അരുൺകുമാർ വായിച്ചിട്ടുള്ള കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഒക്കെ കണക്കുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ രേഖകളിൽ മാത്രമാണുള്ളത്. ശബരിമലയിൽ ഒറ്റ ബയോ ടോയ്ലറ്റ് പോലും പമ്പയിൽ പ്രവർത്തിക്കുന്നില്ല. അവിടെ ജനങ്ങൾ കുറേ കാലത്തിന് ശേഷം മലമൂത്ര വിസർജനം പമ്പാ നദിയോരത്ത് നടത്തേണ്ട ഏറ്റവും ഗതികെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങോട്ട് കയറി പോകുമ്പോൾ സാധാരണ കുടിവെള്ള വിതരണം ഉണ്ടാകും. ഈ കുടിവെള്ള വിതരണം എവിടെയും കാര്യക്ഷമമല്ല. കുടിവെള്ള വിതരണം നടത്തുന്നില്ല. പരിചയസമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ക്രൗഡ് മാനേജ്മെന്റ് നടത്തുന്നതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോ ഏർപ്പാടാക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഇവിടെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ മേനി പറയുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന മുതലാളിമാരൊക്കെ കുമരകത്ത് റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ പാവപ്പെട്ട അയ്യപ്പ ഭക്തർ വരുമ്പോൾ എവിടെയാണ് അവർ നിൽക്കുന്നത്? അവർക്ക് ഇത്തരം കുമരകത്ത് റിസോർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. അവർ വരുന്നത് കാനനപാത ചവിട്ടി കയറി, അവിടെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി 18-ാം പടിയും കയറി 40 ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി അവർ വരുന്നത് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നിങ്ങളുടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ഒന്നും ആവശ്യമില്ല. ഇവിടെ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനുമായിരുന്നു. അവരതിൽ പരിപൂർണമായി പരാജയപ്പെട്ടു. തുടക്കത്തിൽ തന്നെ പാളിച്ച സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ആ പാളിച്ച സംഭവിക്കാണ്ടായ കാരണം ഒരു തരത്തിലുള്ള അവലോകന യോഗങ്ങളും ഇത്തവണ നടന്നിട്ടില്ല. ഒരു തരത്തിലുള്ള അവലോകനവും നടന്നില്ല എന്ന് മാത്രമല്ല, വകുപ്പുകളുടെ ഏകോപനം ഉണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കില്ലായിരുന്നു. വലിയ വാഹനങ്ങൾ കടത്തിവിടാത്തൊരു പ്രശ്നമുണ്ട്. അവിടെ വലിയ പ്രയാസമാണ്. ആളുകൾ വന്ന് KSRTC ബസ്സിൽ മാടിനെ കുത്തി നിറയ്ക്കുന്നത് പോലെ കുത്തി നിറച്ച് ഭക്തരെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. അങ്ങനെ KSRTCക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ തീർത്ഥാടകരെ മാടുകളെ കൊണ്ടുപോകുന്നത് പോലെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് എന്തൊരു കഷ്ടമാണ്. ഇത് നമ്മൾ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള ഒരു വീക്ഷണത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കി, അതല്ലെങ്കിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനം മാത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്, തെറ്റാണ്.
എത്രയോ തീർത്ഥാടകർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അവർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന സംഭാവന വളരെ വലുതല്ലേ? നമ്മൾ ആ രീതിയിൽ അവരെ റെസ്പെക്ട് ചെയ്യണ്ടേ, അവരെ ബഹുമാനിക്കണ്ടേ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണ്ടേ? അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റിന് അതിലെ ബാധ്യതയില്ലേ? ആ ബാധ്യതയിൽ നിന്ന് ഈ സർക്കാർ ഇത്തവണ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. കോൺഗ്രസിന്റെയും BJP-യുടെയും നേതാക്കന്മാർ ഈ ചർച്ചയിൽ വന്ന് പച്ചയായ നുണ പറയുകയാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. വസ്തുതകൾ നിരത്തി യഥാർത്ഥത്തിലുള്ള കണക്കുകൾ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കള്ളം പറയുന്നു എന്നാ പറയുന്നത്. ഞാൻ BJP-യുടെ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. നിങ്ങളൊരു കേന്ദ്രസേനയും തരണ്ട BJP-യുടെ നേതാവെ. ഒന്നും തന്നില്ലെങ്കിലും ഈ ശബരിമലയുടെ ദർശനം സുഗമമായിട്ട് നടത്താനുള്ള ശേഷി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട്. പിന്നെ മുന്നൊരുക്കം നിങ്ങൾക്കറിയോ? വൃശ്ചിക മാസം 1-ാം തീയതി ഇന്നലെ ശബരിമലയിലുള്ള അപ്പം അരവണ എണ്ണ എത്രയാ? 65 ലക്ഷമാ സ്റ്റോക്ക്. ഇന്നലെയും ഇന്നുമായി 2 ലക്ഷത്തിൽ താഴെയാണ് ഭക്തന്മാർ വന്നതെങ്കിലും 65 ലക്ഷമാ സ്റ്റോക്ക്. ആണോ? ഭയങ്കര മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിയിരിക്കുന്നു. പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, എവിടെയെങ്കിലും കുറവുണ്ടോ പരിഹരിക്കാം. അത് നല്ല ദിശാബോധത്തോടെയുള്ള ഞങ്ങളുടെ ഇടപെടലും മറുപടിയാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സഖാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്സുകാർ വഴി പറയാൻ എന്ത് അല്പത്തരം പറഞ്ഞ അതിന് മറുപടി ഉണ്ടോ? ഇത്തരത്തിലുള്ള അല്പത്തരത്തിന്റെ പേര് നിന്റെ പേര് കോൺഗ്രസ് എന്ന് എല്ലാവരും ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആഞ്ജനേയ സ്വാമി. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇവിടെ ദിശാബോധത്തോടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയനാ. അതുകൊണ്ട് നിങ്ങൾ പിണറായി രാജിവെക്കണം, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. നാളെ നോക്കിക്കോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയോ, അത് പറഞ്ഞിരിക്കും. നിങ്ങൾ ഇങ്ങനെ പല അബദ്ധങ്ങളും പറയും, പല അബദ്ധങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരുന്ന് തന്നെ പൊട്ടുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും. ഇതൊക്കെ കേരളത്തിന്റെ ജനത കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചാലും വസ്തുതാപരമായിട്ടുള്ള ഇടപെടലാണ് ദേവസ്വം ബോർഡിന്റെയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുക. കുറവുകളുണ്ടോ ഞങ്ങൾ പരിഹരിക്കും. മുഴുവൻ ഭക്തന്മാർക്കും സ്വൈര്യമായി കൃത്യമായി ദർശന സൗകര്യം ഉറപ്പുവരുത്തി തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അരുൺകുമാർ നാളെ ഇത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കെട്ടുനിറച്ച് ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം രഹസ്യമായി പോയിട്ടുണ്ടോ, പാർട്ടി അറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറിയാണ്. എന്താണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ്? പറഞ്ഞിട്ടില്ല. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ ഹെൽത്ത് ഡേറ്റ സ്പ്രിംഗ്ലർ പോലെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റത് കൊണ്ടാണോ? അന്താരാഷ്ട്ര നിലവാരത്തിൽ മസാല ബോണ്ട് വിറ്റ് കനഡിയൻ കമ്പനി CDPക്ക് വിറ്റത് കൊണ്ടാണോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇനി അന്താരാഷ്ട്ര കുറ്റവാളികളായിട്ടുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയതുകൊണ്ടാണോ അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്നൊരു പുതിയ വിളിപ്പേര് പിണറായിക്ക് വെച്ചു കൊടുത്തത്? അല്ല, നിങ്ങൾ അപ്പുറത്ത് നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രി എന്ന പുതിയ പ്രയോഗമാണ്. എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിലെ ബഹുമാനപ്പെട്ട എന്റെ സമയമല്ലേ, ഞാൻ താങ്കൾ പറയുമ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ. താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചു തരാം. ഞാൻ പറയട്ടെ, ഞാൻ വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ സ്വീകരണത്തിന്റെ വീഡിയോ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അയ്യോ, ഞാൻ കണ്ടു നമ്മുടെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ മുഖ്യമന്ത്രി ഒരു ഇരുമ്പ് കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു മനുഷ്യനില്ലാതെ പാവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ കണ്ട. ഓർമ്മിക്കല്ലേ. മുഖ്യമന്ത്രി കേരളത്തിൽ അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഓർമ്മിക്കല്ലേ. നിങ്ങൾക്ക് പിണറായി ഇങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾ മുഖ്യമന്ത്രി ഇങ്ങനെ ആക്ഷേപിക്കണോ? നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്ന് ജനങ്ങൾ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.